ആറാം ഘട്ട തെരഞ്ഞെടുപ്പും ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പുകളിലുമായി ഏകദേശം 115 മണ്ഡലങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഇതിനോടകം ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞു. പല തെരഞ്ഞെടുപ്പ് നിരീക്ഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രഗത്ഭരായ CSDS മുൻപുണ്ടായിരുന്ന യോഗേന്ദ്ര യാദവിന്റെ വിശകലനവും പ്രശാന്ത് കിഷോറിന്റെ വിശകലനവും ഒക്കെ വന്നു കഴിഞ്ഞു. എന്തായാലും ഒടുവിൽ യോഗേന്ദ്ര യാദവിന്റെ വിശകലനം വന്നത് ഇന്ത്യ മുന്നണി ശക്തമായ വെല്ലുവിളി ഉയർത്തുമെങ്കിലും BJPയുടെ നേതൃത്വത്തിലുള്ള NDA അലയൻസ് 270 കടക്കും എന്നുള്ള സൂചനയും അദ്ദേഹം നൽകുകയാണ്. ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, ഒരു 3-0 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന്. തെരഞ്ഞെടുപ്പിന്റെ 1, 2, 3 ഘട്ടങ്ങളിൽ ഒരുപക്ഷെ BJPക്കെതിരെ ഇത്രയേറെ വിമർശനങ്ങൾ ഉയർന്നു കണ്ടില്ല, ഇത്രയേറെ സംശയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പിന്റെ 1, 2, 3 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ, ഭൂരിപക്ഷം പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ മിക്ക BJP വികസനവും അതുമായി വികസിത് ഭാരത അജണ്ടയുമായിട്ടാണ് മുന്നേറിയതെങ്കിൽ 4ാം ഘട്ട തെരഞ്ഞെടുപ്പും മുതൽ ഏതാണ്ട് അജണ്ട ആകെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെയുള്ള വർഗീയ വിഷയങ്ങളും രാമക്ഷേത്ര നിർമ്മാണവും അതുപോലെ തന്നെ ജാതി സമവാക്യങ്ങളും സംവരണവും ഒക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിഷയങ്ങളായി മാറുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവിടെ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ അജണ്ടകളിലേക്ക് മാറിക്കൊണ്ട് വോട്ട് മൊബിലൈസേഷന് വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആവിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇതുവരെയുള്ള സൂചനകൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ 5 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേത് കൂടി പരിശോധിക്കുമ്പോൾ നിർണായകമാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ബീഹാർ, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി മാറാൻ പോകുന്നത്. ഞാനിത് പറയുന്നതിനുള്ള ഒരു കാരണം, ഉത്തർപ്രദേശാണ് പൊതുവെ, ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ചേരുന്ന ഹിന്ദിയുടെ കേന്ദ്ര ഹൃദയ ഭൂമിയാണ്. പലപ്പോഴും ഡൽഹിയും കൂടി ചേരുമ്പോൾ അതാണ് മിക്കപ്പോഴും കേന്ദ്രത്തിൽ ആര് വരണമെന്ന് നിശ്ചയിക്കുക എന്ന് പൊതുവെ പറയാറുണ്ട്. ഇത്തവണ ഉത്തർപ്രദേശിന്റെ കാര്യം പരിശോധിച്ചാൽ മൊത്തം 80 സീറ്റുകളിൽ ഉള്ളതിൽ കഴിഞ്ഞ തവണ അവരുടെ BJP ഒറ്റയ്ക്ക് 62, അവരുടെ സഖ്യം 64 സീറ്റുകൾ പിടിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നതെങ്കിൽ ഇത്തവണ മുഴുവൻ സർവേകളും വ്യക്തമാക്കുന്നത് BJP 70-ൽ താഴെ അല്ലാത്ത സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. അവിടെ ഭൂരിപക്ഷം പിടിക്കും എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലാകട്ടെ ഒപ്പത്തിനൊപ്പം മത്സരം നടക്കുകയാണ്. അവിടെ ആരാണ് വളരെ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വരിക എന്നുള്ളത് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അവിടെ ഇരുപക്ഷത്തിന്, അവിടെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി വലിയ വെല്ലുവിളി BJPക്ക് ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. അവിടെ 48 സീറ്റാണുള്ളത്, അവിടെ വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഈ 2 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ബീഹാർ, ഹരിയാന, ഇവിടെയൊക്കെ മുഴുവൻ സീറ്റുകളല്ല ഞാൻ പറയുന്നത്. അവിടെയൊക്കെ 6ാം ഘട്ടത്തിൽ ഡൽഹിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ സീറ്റിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ബീഹാർ അവിടുത്തെ 8 സീറ്റുകൾ 6ാം ഘട്ടത്തിൽ നടക്കുന്നു, ഹരിയാനയിലെ 10 സീറ്റുകൾ നടക്കുന്നു, അതുപോലെ ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകൾ, ഡൽഹിയിലെ 7 സീറ്റുകളിലേക്കും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, UPയിലെ 14 സീറ്റുകൾ, പശ്ചിമ ബംഗാളിലെ 8 സീറ്റുകൾ, ഇങ്ങനെ 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 7ാം ഘട്ടത്തിൽ ഇതുപോലെ തന്നെ ബീഹാറിലെ 8 സീറ്റുകൾ, ഹിമാചലിലെ 4 സീറ്റുകൾ, ജാർഖണ്ഡിലെ സീറ്റുകൾ, അതുപോലെ തന്നെ ഒഡീഷയിൽ 6 ലോക്സഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 13 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ 9ഓളം മണ്ഡലങ്ങൾ, അങ്ങനെ കുറച്ച് പ്രദേശങ്ങൾ 57 മണ്ഡലങ്ങളിലായിട്ടാണ് ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 2ഉം 3ഉം ഈ 6ഉം 7ഉം ഘട്ട തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹരിയാന, മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഈ പറയുന്ന ഒഡീഷ, ബീഹാർ ഒക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വരികയും ഇന്ത്യ മുന്നണി BJPക്കെതിരെ വളരെ വലിയ അജണ്ട ഉയർത്തിക്കൊണ്ട് മത്സര രംഗത്തേക്ക് പോവുകയും ഒരുപക്ഷെ BJPക്കെതിരെ ശക്തമായി ഇന്ത്യ മുന്നണി മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തുടക്കത്തിലൊക്കെ BJP വളരെ 3-0 സർക്കാർ, നരേന്ദ്രമോദി 3-0 സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള തരത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നുവെങ്കിലും ഏതാണ്ട് 5-6 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് 4ാം ഘട്ടം കഴിയുന്നതോടുകൂടി ഇന്ത്യ ആ ചർച്ചയിൽ ഒരു വ്യത്യാസം വരുന്നതും ഇന്ത്യ മുന്നണിക്ക് ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്.
എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഒരു BJPക്ക് മുൻതൂക്കം വ്യക്തമായി കിട്ടും എന്നുള്ളതാണ്. ഒരുപക്ഷെ തുടക്കത്തിൽ 400 സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്ന് BJP പറഞ്ഞത് അവർക്ക് തന്നെ വിനയായി മാറി എന്നുള്ളൊരു സംശയം അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ 400 സീറ്റുകൾ എന്തിനു കൊടുക്കുന്നു? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ മാറ്റി എഴുതാൻ സാധ്യതയില്ലേ? അത് മൈനോറിറ്റി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ എന്നൊരു സംശയം BJP നേതൃത്വത്തിന്റെ ഇടയ്ക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള അജണ്ടകൾ പ്രതിപക്ഷം ഉയർത്തിവിട്ടപ്പോൾ ആ ഒരു സംശയം BJPക്ക് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 400 എന്നുള്ള വാക്കിൽ അവർ ഒരല്പം പുറകോട്ട് പോവുകയും ചെയ്തു. അമിത്ഷായൊക്കെ 5 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഏതാണ്ട് 310 സീറ്റ് വിജയിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ഇതിനകം നടന്നു കഴിഞ്ഞു എന്നാണ്. എങ്കിലും ഈ 400 എന്ന് പറയുന്നത് അവർ ഒരല്പം ഡൈല്യൂട്ട് ചെയ്തതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അതൊരു പക്ഷെ BJPക്ക് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊരു കാര്യം വിമർശനം വന്നത് RSS മുഖ്യ പ്രചരണ രംഗത്തില്ല, അത് വിട്ടു നിൽക്കുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത്, കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും RSS മുഖ്യ പ്രചരണത്തിന്റെ മുൻപന്തിയിലേക്ക് വന്നപ്പോൾ ചില മൈനോറിറ്റി വിഭാഗങ്ങളുടെ എങ്കിലും വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടാം എന്നുള്ള ഒരു തോന്നൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വളരെ വ്യക്തമായ പ്രകടമായ ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ അതുകൊണ്ടാണ് ഒരുപക്ഷെ RSS മാത്രമല്ല, RSSന്റെ അജണ്ട വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വളരെ ഇതുണ്ടാക്കുക എന്നുള്ളതല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അജണ്ട എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും ഈ ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രൊഫഷണലായി വളരെ അജണ്ട വളരെ ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ അജണ്ടകൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾക്കും പ്രദേശത്തിനും അനുസൃതമാകുന്ന അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് അവര് ഒരുപക്ഷെ ഹിന്ദി ഹൃദയഭൂമി ഒട്ടാകെ പരിശോധിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ചില സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വളരെ വ്യക്തമാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വോട്ട് നില മെച്ചപ്പെടുത്താനുമുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഹരിയാനയിലെ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ ഒരു സീറ്റ് ഡൽഹിയിൽ നഷ്ടപ്പെട്ടേക്കാം, അങ്ങനെ വളരെ കുറച്ച് സീറ്റുകൾ ചില സ്ഥലങ്ങളിൽ, മഹാരാഷ്ട്രയിലെ ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അങ്ങനെ ചെറിയ ചില സ്ഥലങ്ങളിലുള്ള സീറ്റുകളിലൊക്കെ കുറവ് വരുമെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലൊക്കെ നല്ല മെച്ചപ്പെടുത്താനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പശ്ചിമ ബംഗാളിലും ആണെങ്കിലും ഒക്കെ ചില സ്ഥലങ്ങളിൽ BJP നില മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ കർണാടകയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വെല്ലുവിളിയെ നേരിടുന്ന ഒരു പ്രദേശമാണ്. തുടക്കത്തിൽ വളരെ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു കർണാടകയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ചിത്രം മാറി മറിയുന്നതും രേവണ്ണയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വലിയ തോതിൽ BJPയെ അപകടത്തിലാക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കർണാടകയിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ കർണാടകയിൽ മാത്രമല്ല കോൺഗ്രസ് ഭംഗിയായി ഭരിക്കുകയും അവർക്കെതിരെ വലിയ ഒരു ആന്റി ഇൻകംബൻസി ഒന്നും പലതരത്തിലും അവിടെ പ്രകടമല്ല, വലിയ ആരോപണങ്ങളൊന്നും ഉയരുന്നില്ല എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടക കുറച്ചുകൂടി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി തീരാൻ, പ്രത്യേകിച്ച് കോൺഗ്രസിന് അനുകൂലമായി തീരാനൊക്കെയുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ചില വോട്ടുകൾ, ചില സീറ്റുകൾ നഷ്ടമാകാമെങ്കിലും തെക്കേന്ത്യയിൽ ഉൾപ്പെടെ ചില സീറ്റുകൾ അവർ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ചില സ്ഥലത്ത് സീറ്റുകൾ നഷ്ടപ്പെടാനില്ല, ഇപ്പൊ കർണാടകയിലെ കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ മറ്റ് പ്രദേശങ്ങൾ, പശ്ചിമ ബംഗാളായാലും തെലങ്കാന ആയാലും, കർണാടകയിൽ നിന്ന് നേരത്തെ BJPക്ക് ഉണ്ടായിരുന്ന ഒരു നില ഈ പ്രാവശ്യം ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് തന്നെ ഉറപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാര്യം നമുക്ക് വളരെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഈ 6 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് 85 മുതൽ 100 വരെ സീറ്റ് കിട്ടാം, ഇന്ത്യ മുന്നണിക്ക് 100 മുതൽ 130 വരെ സീറ്റ് കിട്ടാം, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് യോഗേന്ദ്ര യാദവിന്റെ ഒരു വിശകലനം എന്ന് പറയുന്നത്. അതേസമയം അവർ പറയുന്നുണ്ട് വളരെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് BJPക്ക് ചിലപ്പം ഭരണം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മുന്നണി ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ നിന്ന് 270 സീറ്റ് കിട്ടാം എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. പക്ഷേ നമുക്ക് പൊതുവായിട്ട് തോന്നുന്നത് BJPക്ക് ഹിന്ദി ഹൃദയ മേഖലയിൽ ഉണ്ടാകുന്ന നേരിയ തിരിച്ചടി BJP ഇതര പ്രദേശങ്ങളിൽ നിന്ന് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതര പ്രദേശങ്ങളിൽ നിന്ന് നേടിയെടുക്കുവാനും അതുവഴി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും BJP നില ഉറപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ 6 ഘട്ടങ്ങളിലേക്ക് പിന്നിടുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് BJP തീർച്ചയായും കേന്ദ്രത്തിൽ ഒരു 300-നും 325-നും സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം, വളരെ വലിയ ട്രെൻഡുകളൊന്നും വിസിബിൾ അല്ല എന്നുള്ളത്. വോട്ടിംഗ് ശതമാനത്തിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെയുള്ള വലിയ ചേഞ്ചുകളൊന്നും വിസിബിൾ അല്ല എന്നുള്ളതാണ്. കാരണം അവസാനം ഇപ്പം 5 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1.5% വോട്ട് വ്യത്യാസം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ 1.5% വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ
ഭരണവിരുദ്ധ വികാരം അല്ല എന്നുള്ളതിന്റെ സൂചനയും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് അനുകൂലമായി വലിയ തോതിൽ വോട്ട് മറിയുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പഴയ രീതികളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റം പ്രകടമാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 10-ൽ 10 സീറ്റും BJP നേടിയതാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന 7-ൽ 7 സീറ്റും നേടിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇപ്പം കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ കർണാടകയിൽ നേരിയ തിരിച്ചടി നേരിടാം. ഇപ്പൊ കർഷക സമരവും മറ്റു ഇതര പ്രശ്നങ്ങളും, ജാട്ട് വോട്ടുകളിൽ ഉണ്ടാകുന്ന കുറവ് പലതരത്തിൽ ഒരുപക്ഷെ ഹരിയാനയിൽ 1-2-3 സീറ്റുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അതുപോലെ തന്നെ ഡൽഹിയിൽ 1 സീറ്റ് വേണമെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് വരാം. അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പല പ്രദേശങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ മുന്നണി വളരെ വീക്കാവുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് BJPക്ക് അവിടെയൊക്കെ ചില പോരായ്മകൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ മുന്നണി അതിനെ ഒന്നും മറികടന്ന് വിജയിക്കുവാൻ പര്യാപ്തമാകുന്നില്ല എന്നുള്ളതാണ്. പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് പലതരത്തിലുള്ള ക്യാച്ചുകൾ, ക്രിക്കറ്റ് കളിയിൽ ധാരാളം ക്യാച്ചുകൾ പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ വിട്ടുകളഞ്ഞ് അവസാനം ഓപ്പോസിറ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനെ സെഞ്ചുറി അടിക്കാൻ അനുവദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ BJP തങ്ങൾക്ക് ഉണ്ടായ പല പ്രശ്നങ്ങളെയും BJP ഇട്ടുകൊടുത്ത പല പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ പല അവസരങ്ങളെയും ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ BJP ഇപ്പോൾ സെഞ്ചുറി അടിച്ച് എന്ന് പറഞ്ഞാൽ BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് BJPക്ക് ഒറ്റയ്ക്കും ഇന്ത്യ മുന്നണിക്ക് NDA മുന്നണിക്ക് കൂട്ടായും തീർച്ചയായിട്ടും അധികാരത്തിൽ വരാനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 300-നും 325-നും ഇടയ്ക്ക് സീറ്റുകൾ തീർച്ചയായിട്ടും BJPക്ക് ഉറപ്പായി ലഭിക്കും. അതിൽ നിന്ന് കൂടാനേ സാധ്യതയുള്ളൂ, കുറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 400ഓളം സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ 300ഓളം സീറ്റുകളിലേ മത്സരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം സഖ്യകക്ഷികളുമായിട്ടാണ് അവര് ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ സഖ്യത്തിന് വിട്ടുകൊടുത്ത് നീക്കുപോക്കുകൾ ഉണ്ടായിട്ട് പോലും പ്രധാന സ്ഥലങ്ങളിൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ. ഇപ്പം പശ്ചിമ ബംഗാളിൽ മമതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മത്സരത്തിൽ പോകുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവര് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അവര് അധികാരത്തിലെത്തിയാൽ തങ്ങൾ ഇന്ത്യ മുന്നണിയാണ് പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും അവിടെ BJP വിരുദ്ധ വോട്ടുകൾ പലയിടത്തും ഭിന്നിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡൽഹി എടുത്ത് നോക്കുവാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഉൾപാർട്ടി അവിടെ ഒരുപാട് പോരുകൾ നടക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകൂടിയതിന്റെ പേരിൽ അവിടുത്തെ PCC അധ്യക്ഷൻ പോലും രാജിവെച്ച് മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങൾ വളരെ പ്രകടമാണ്. അതായത് ഇന്ത്യ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ വീണുകിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാത്ത ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പും തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തതിൽ നിന്ന് തയ്യാറായതുകൊണ്ട് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. BJPക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ ജൂൺ 4-ന് ഫലം വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദി 3-0 സർക്കാർ ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി വരുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയും നില മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സ്മരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും ഇപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും BJP കോൺഗ്രസിന് ഒരു വലിയ ശക്തിയായി വരാനും ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു വലിയ ബദലായി വളരാനും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു ഭൂരിപക്ഷം നേടുകയും BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയും BJPക്ക് ഒരു 300-325 സീറ്റ് അവരുടെ മുന്നണിയായിട്ട് കടന്നു പോകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ വീണ്ടും വലിയ അടികൾ പ്രകടമാവുകയും അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ വിലയിരുത്തുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിടുന്ന നേരിയ തിരിച്ചടികൾക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നേരിടുന്ന നേരിയ തിരിച്ചടികൾക്ക്, ഇതര പ്രദേശങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്ന അവർ സ്വരൂപിക്കുന്ന 1, 2, 3, 4 സീറ്റുകളുടെ നേട്ടങ്ങൾ ചേർത്തു വെച്ചുകൊണ്ട് BJP തീർച്ചയായിട്ടും അധികാരം നിലനിർത്തുവാനും ഒരുപക്ഷെ അവർ കരുതുന്ന ഒരു 400-ലേക്ക് എത്തിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു 300-325 സീറ്റുകളിലെത്തി തീർച്ചയായിട്ടും അധികാരത്തിൽ എത്താൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. അതിന് ബദലായിട്ടുള്ള ട്രെൻഡുകൾ ഒന്നും പ്രകടമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിൽ എത്തുമ്പോഴും അവിടെ പ്രത്യേകമായ അജണ്ടകൾ BJP സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ UP-യിൽ എത്തുകയാണെങ്കിൽ അവിടെ രാമക്ഷേത്രം ഒരു വിഷയമായി ചർച്ച ചെയ്യുന്നു.
വേറൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ മുസ്ലിം, ഇപ്പൊ പശ്ചിമ ബംഗാളിൽ എത്തുമ്പോൾ അവര് മുസ്ലിം വിരോധം കൃത്യമായി പ്രകടമാക്കുന്നു. അവിടെ അതുകൊണ്ടാണ് മമതാ ബാനർജി ബംഗാളി ഐഡന്റിറ്റി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ മറ്റു തരത്തിൽ ഷിൻഡെ വിഭാഗത്തെ ഉൾപ്പെടെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരത്തിനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും അവരുടെ ഒരു അജണ്ട, BJPയുടെ ഒരു അജണ്ട വളരെ പ്രകടമാണ്. അവര് ഉണ്ടാക്കിയ ശരത് പവാറിന് പോലും പാർട്ടിയെ പറിച്ചെടുത്തുകൊണ്ട് അജിത് പവാറിനെ കൂടെ നിർത്തി മത്സരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിലും BJP നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടുകെട്ടുകളിലും UP-യിലും കോൺഗ്രസിലും NDA-യിലും കാണുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് BJP സഖ്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വളരെ സ്റ്റഡീഡ് ആയിരുന്നു. ചിലയിടത്ത് അവർക്ക് പോരായ്മ വന്നിട്ടുണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത എന്നവർ വിശ്വസിക്കുന്ന ചില കൂട്ടുകെട്ടുകൾ കളഞ്ഞു, മറ്റുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് ഹരിയാനയിലെ JJP സഖ്യത്തെ അവർ കാലേ കൂട്ടി ഒഴിവാക്കിയതാണ്. അപ്പൊ അവസാനം അവിടുത്തെ സ്വതന്ത്രന്മാർ മറുകണ്ഠം ചാടിയെ നമ്മൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ. അപ്പൊ അതുകൊണ്ട് BJP വളരെ സ്റ്റഡീഡാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും വിട്ടുവീഴ്ചകൾ നൽകി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു കൂട്ടുകക്ഷി സമ്പ്രദായത്തിലേക്ക് പോയി. എങ്കിലും അവർക്ക് പല സ്ഥലങ്ങളിലും കീ ആയിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും പലരെയും കൂടെ നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി അവശേഷിക്കുന്നു. എന്തായാലും ജൂൺ 4 ഫലം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നരേന്ദ്രമോദി 3-0 സർക്കാരിനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തക്കമുള്ള വലിയ അജണ്ടകളോ അതുപോലെ തന്നെ വലിയ വോട്ടിംഗ് ശതമാനത്തിലുള്ള വ്യത്യാസമോ ഒന്നും തന്നെ പ്രകടമല്ല. അതേസമയം ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം തന്നെ തലവേദനയായി ഇന്ത്യ മുന്നണിയിലെ കുറുമുന്നണികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരു തലവേദനയായി മാറാനും ഉള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ജൂൺ 4 എല്ലാവർക്കും ഒരുമിച്ച് ഈ ജനാധിപത്യത്തിന്റെ ഫലത്തിനായി കാത്തിരിക്കാം.